ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ചെറിയൊരു യാത്ര പോവാണ് കേട്ടോ. എവിടേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഊട്ടിയിലേക്കാണ്. ഊട്ടിയിലേക്ക് നമ്മൾ എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ആയിട്ട് തന്നെ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തണമെന്നല്ലേ എല്ലാവരുടെയും വിചാരം. കൂടുതലും അങ്ങനെയാണ്, പക്ഷേ തിരിച്ച് അങ്ങോട്ടും ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്കും സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൊണ്ടേ ഊട്ടിയിലേക്കാണ് പോണത്. ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ, ഊട്ടിയിലേക്ക് തന്നെയാണ്. ഈ ഊട്ടിയിൽ നിന്നുള്ള സാധനങ്ങൾ മാത്രമല്ല അങ്ങോട്ട് വരുന്നത്, നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടും ഊട്ടിയിലേക്കും കുറച്ച് സാധനങ്ങളൊക്കെ കയറിപ്പോണ്ട്. അതായത് അവിടെ കിട്ടാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രിപ്പാണ് ഇപ്പോൾ. ഓക്കെ, ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം പരമശിവന്റെ നാട്ടിലാണ്. അതായത് വാളയാർ പരമശിവം ആളുടെ നാട്ടിലാണ് കേട്ടോ. അപ്പോൾ വാളയാറും കഴിഞ്ഞിട്ട് നമ്മളിതപ്പോൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂര്. ഇതാ എത്തി കോയമ്പത്തൂര്, കണ്ടോ? ഇതാണ് കോയമ്പത്തൂര് ഉക്കടം ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ആ റൈറ്റ് സൈഡൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡൊക്കെ ഇതാ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ വണ്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ലോറി പോകുന്നുണ്ട്. ബാക്കിൽ കണ്ട കയറൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇല്ലേ? ഇങ്ങനെ എൻ്റെ വണ്ടിയിലും കെട്ടണം, സംഭവം നല്ല രസമുണ്ട് ഇല്ലേ? അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിലേക്ക് പോയിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ പൂ മാർക്കറ്റ് എത്തും ഗൈസ്. അങ്ങനെ നമ്മൾ പൂ മാർക്കറ്റൊക്കെ കഴിഞ്ഞ് നേരെ കോയമ്പത്തൂരിൽ നിന്ന് സ്ട്രെയിറ്റ് നേരെ മേട്ടുപ്പാളയം വഴി കാരമടയൊക്കെ പോയിട്ടുണ്ട് പറഞ്ഞാൽ നമുക്ക് നേരെ ഊട്ടി മേട്ടുപ്പാളയത്തിലെത്താനായിട്ട് പറ്റും. ഊട്ടിയല്ല, മേട്ടുപ്പാളയം. അതായത് ഊട്ടിൻ്റെ താഴെ നമ്മൾ ഹിൽസ് കയറുന്ന സ്റ്റാർട്ടിംഗ് ആണ് മേട്ടുപ്പാളയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലമാണ് കോയമ്പത്തൂർ പൂ മാർക്കറ്റ്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി എവിടേക്കാണ് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ലക്ഷ്യം മേട്ടുപ്പാളയം. ഇതാ എത്തി മേട്ടുപ്പാളയം. അങ്ങനെ മേട്ടുപ്പാളയത്തിൽ നമ്മൾ കുറച്ചു നേരം നിർത്തിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ കുറേ നേരമായിട്ട് വണ്ടി ഓടിച്ച് വരുന്ന കാരണേ ചെറുതായിട്ട് ഒരു ഉറക്കം വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചായ കുടിച്ചിട്ട് പോവാല്ലേ. ഒരുപാട് ദൂരം വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട് പറഞ്ഞാലേ ഇടയ്ക്ക് നിർത്തി ഇങ്ങനെ ഒരു ചായ കുടിക്കണം നല്ലതാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഉറക്കക്ഷോണൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ നമ്മൾ വേറൊരു എനർജി മൂഡിലേക്ക് പോകുന്നുണ്ടായി. ഞാനൊക്കെ അങ്ങനെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്കൊരു ചായ കുടിക്കുന്ന സമയത്ത് കുറച്ചൊരു ഉഷാറ് വരും. ഉഷാറ് വന്നാൽ പിന്നെ കുറേ ഒരു 100-200 കിലോമീറ്റർ പിന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ടിരുന്ന് വണ്ടി ഓടിക്കണം. നമുക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്കങ്ങനെയാണ് കേട്ടോ. ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കാം, ചില ആളുകൾക്ക് അങ്ങനെ അല്ലാണ്ടിരിക്കാം. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അങ്ങനെ നമ്മളിപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മളിപ്പോൾ മേട്ടുപ്പാളയത്തിൽ നേരെ ഊട്ടി റോഡിൽ പോയിക്കൊണ്ടിരിക്കണ്ട. ഈ ബസ് പോകണതിൻ്റെ പിന്നാലെ പോയാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ എത്തും. നമുക്ക് നേരെയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ കുറച്ചും കൂടി മുന്നിൽ പോയിട്ട് പറഞ്ഞാൽ ഒരു പുഴയുണ്ട്. ആ പുഴ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഹിൽസ് കയറാട്ടാ ഗൈസ്. നമുക്ക് മുന്നിൽ കാണാൻ പറ്റും ഊട്ടി മലനിരകളാണ്. പിന്നെ ഈ സൈഡായിട്ട് ഒരു പുഴയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മേട്ടുപ്പാളയം. നമുക്കിനി നേരെ പോകണം. റൈറ്റ് പോയിട്ടെങ്കിൽ ഊട്ടി എത്തണ്ട. അത് പോത്ത ഏരിയ റൂട്ടാണ്, പക്ഷെ അത് കുത്തകനുള്ള കയറ്റമാണ്. പിന്നെ ഈ ഒരു റൂട്ടിനെ വെച്ച് കൂടുതൽ ഓടാനും ഉണ്ട്. അത് കാരണം നമ്മൾ ആ ഒരു റൂട്ട് നമ്മൾ ചൂസ് ചെയ്യില്ല. നമുക്ക് നേരെ തന്നെ പോകട്ടാ. അങ്ങനെ നമ്മൾ പുഴയൊക്കെ കഴിഞ്ഞിട്ടേ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഇതാണ്ടാ ഊട്ടിയിലേക്ക് പോണ റെയിൽവേ ട്രാക്കാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടേക്ക് നിന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ഊട്ടിയിലേക്ക് ട്രെയിനിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ. അതെന്തായാലും വേറൊരു എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഒരിക്കൽ പോകണം. നമ്മൾ കുറേ പ്രാവശ്യം ഊട്ടി പോയിട്ടുണ്ടെങ്കിലും നമ്മൾ മേട്ടുപ്പാളയത്തിൽ നിന്ന് ഒരിക്കൽ ട്രെയിൻ കയറി പോണതേ അതൊരു വേറൊരു എക്സ്പീരിയൻസ് കേട്ടോ ഗൈസ്. നമ്മൾ മേട്ടുപ്പാളയത്തിൽ നിന്ന് ഊട്ടിയിലേക്ക് കയറാൻ നിൽക്കുന്നതിൻ്റെ ചോട്ടിൽ, അതായത് മലൻ്റെ ചോട്ടിൽ ഒരു ടോൾ ഉണ്ട് കേട്ടോ. ചെറിയൊരു ടോളാണ്. നമ്മൾ ഈ ടോളും കൂടി എടുത്തിട്ട് വേണം പോകാനായിട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ടോൾ എടുത്തിട്ട് നമ്മളിതാ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഊട്ടി കുന്നൂര് എന്നൊക്കെ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പോണ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ സുന്ദരമായ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് റൈറ്റ് സൈഡ് കണ്ട വാഴത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ബെൻഡ് കയറാനായിട്ടുണ്ട്. കുറച്ചും കൂടി മുന്നിൽ പോയിട്ട് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ ബെൻഡ് കയറാൻ പറ്റും കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ബെൻഡ് കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ബെൻഡ് കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ ബെൻഡ് നമ്മൾ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ ബെൻഡ് കയറി നമുക്കിങ്ങനെ മേലോട്ട് പോവാം. പിന്നെ എത്ര വന്നാലും വെറുക്കാത്തൊരു സ്ഥലമുണ്ടത്. എത്ര വന്നാലും വെറുപ്പടിക്കില്ല. ഞാൻ തന്നെ അവിടേക്ക് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണി നോക്കിയിട്ടൊന്നും കേട്ടാ. പിന്നെ ഈ ഒരു സീസൺ ആയത് കാരണം നല്ല
അടിപൊളിയായിട്ടുള്ള പൂക്കളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു റൂട്ടിൽ. പിന്നെ ഇതാ ഇതുപോലുള്ള ഇരുമ്പ് പാലങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ എത്ര കണ്ടാലും മതിയാകാത്ത അത്രയും വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഊട്ടിയിലേക്ക് കയറി പോകുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു ഇളം വെയിലും അതേപോലെ തന്നെ നല്ല ക്ലൈമറ്റൊക്കെയാണ് കേട്ടോ. ചെറുതായിട്ടൊരു കോടമഞ്ഞൊക്കെ ഉണ്ട് കുറച്ച് ദൂരെയായിട്ട്. ആ കാണുന്നുണ്ട് ഒരു പാറ. ആ പാറയെ കാണുമ്പോഴേ എനിക്ക് മറ്റേ മഞ്ഞുമൽ ബോയ്സിലെ ആ ഒരു സ്ഥലമുണ്ടല്ലോ ഗുണാക്കേവ്, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരിക. ഞാൻ ആ സിനിമ കണ്ടതിന് ശേഷം എത്ര പ്രാവശ്യം വന്നാലും ഈ പാറയൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കട്ടോ. ഫ്രണ്ടിലൊരു ബസ്സൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഓരോ വലിയ വണ്ടികളൊക്കെ പോയിട്ട് പറഞ്ഞാൽ നമുക്ക് അതിന് ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഒരു ഗ്യാപ്പ് തേറ്റാം. അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ കയറി വന്നതിന് ശേഷം നമ്മൾ തേയിലത്തോട്ടമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഇവിടെ ഞങ്ങളുടെ ഊട്ടിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ ഞങ്ങളാണ് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുക. ഞാൻ ഇറങ്ങി വരുമ്പോൾ അതാ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ചായ കുടിക്കാൻ നിർത്തുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത് മലയാളികളുടെ കടയാണ്. നമുക്ക് അവിടെ പോയിന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണോ എന്ത് വേണോ അതുപോലെ റെഡിയാക്കി തരും. പിന്നെ ഞാൻ ഊട്ടിയിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഈ തേയിലയും അതേപോലെ തന്നെ കാപ്പിപ്പൊടിയൊക്കെ മേടിക്കാൻ നിർത്തുന്ന ആ ഒരു സ്ഥലമൊക്കെയാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കടന്നു പോയത് കേട്ടോ, ഇതിന് തൊട്ട് മുന്നായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് കയറി പോകുമ്പോൾ നല്ല നല്ല ഭംഗിയുള്ള ഓരോ പൂക്കളൊക്കെ കാണാനായിട്ട് പറ്റും. അത് ഈ ഒരു സീസണിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം കുന്നൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ എത്താനായിട്ട് കേട്ടോ. അവിടെ ഒരു കാറൊക്കെ നിർത്തിയിട്ടിരിക്കണ എന്തായാലേ അതിന് വേണ്ടിയിട്ട് വേറൊരു കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് കണ്ട ഊട്ടിൻ്റെ ഭംഗി തന്നെ മാറിയില്ല. നമ്മൾ ഇത്ര നേരം കയറി വന്നപ്പോൾ കണ്ട കാഴ്ചകളൊന്നുമില്ല. നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പോണത്. ഇനിയാണ് ഊട്ടി എന്താണെന്നുള്ളതും ഊട്ടിയത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളതും നമ്മൾ ഇനിയാണ് അങ്ങോട്ട് കാണാൻ പോണത്. കുന്നൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ആ ഒരു പരിസരമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലാണ് കേട്ടോ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ജംഗ്ഷനാണ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഏകദേശം ഊട്ടിക്ക് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്നുള്ളൂ കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഈ ഇറക്കം കഴിഞ്ഞ് ഒരു കയറ്റവും കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇറങ്ങുന്നത് നേരെ ഊട്ടി സെൻട്രലിലേക്കാണ് കേട്ടോ. നമുക്കിതവിടെ റൈറ്റ് സൈഡ് ഇപ്പം തുറന്നിട്ടില്ല, കടകളൊന്നും തുറന്നിട്ടില്ല. നമ്മൾ തിരിച്ച് വരുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റൈറ്റ് സൈഡായിട്ട് കുറച്ച് ഓരോ പെട്ടി വണ്ടികളിലൊക്കെ നമുക്ക് ഈ പൈനാപ്പിളും അതേപോലെ തന്നെ പിന്നെ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രഷായിട്ട് മേടിക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളിതിപ്പോൾ ഊട്ടി സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ലോഡ് ഇറക്കാനുള്ള സ്ഥലം ഇനിയും എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഊട്ടി സെൻട്രലിൽ എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ഗൈസ്, അങ്ങനെ നമ്മൾ സേഫായിട്ട് ഊട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു 3:30 മണിക്ക് വണ്ടി എടുത്താണ്. ഇപ്പോൾ സമയം 7:45 കേട്ടോ. അപ്പോൾ നമ്മൾ സേഫായിട്ട് ഇതാ ഊട്ടി എത്തിയിട്ടുണ്ട്. നമ്മൾ ലോഡ് ഇറക്കാനുള്ള ആ ഒരു മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതവിടെയാണ് ഞാൻ കാണിച്ചു തരാം. ഈ വണ്ടി നിൽക്കണ ഈ വണ്ടി നിൽക്കണ അതിൻ്റെ ലെഫ്റ്റിലേക്ക് പോകണം ലോഡ് ഇറക്കണ സ്പോട്ട്. അപ്പോൾ നമ്മളതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ലോഡൊക്കെ ഇറക്കാം. നമുക്ക് ലോഡ് ഇറക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അങ്ങനെ നമ്മൾ ലോഡ് ഇറക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ദോശയല്ല ഇഡ്ഡലിയല്ല എന്നുള്ളൊരു സംഭവമാണ്. എന്തായാലും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഗൈസ്, നമ്മൾ ലോഡ് ഇറക്കാൻ പോണ മാർക്കറ്റ് ഇതാണ് കേട്ടോ. ലോഡ് ഇറക്കണ മാർക്കറ്റ്, സോറി, കട അതിൻ്റെ ഉള്ളിലാണ്. കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ എല്ലാ കടകളും ഓപ്പൺ ആവും. ഇവിടെ ഒരു കടയുണ്ട്, ഒരു കടയുണ്ട്, അപ്പുറത്തൊരു കടയുണ്ട്. ഈ കടയിൽ ഗൈസ്, അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കണ ഒരു കട ഇതാണ്. ഇനിയിപ്പോൾ വേറൊരു കടയും കൂടിയിട്ട് അത് തൊട്ടപ്പുറത്താണ്. രണ്ടും ഇവൻ്റെ കട തന്നെയാണ് കേട്ടോ. അത് 2 ഭാഗത്തായിട്ടാണ് ഒരു കച്ചവടം ചെയ്യുന്നത്. ഇവർ ഭയങ്കര ഐഡിയ പൂർവ്വം കളിക്കണം. എന്താണ് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രം വെച്ചാൽ അത്ര കച്ചവടം കിട്ടില്ലല്ലോ. അപ്പോൾ 2 ഭാഗത്താകുമ്പോൾ പിന്നെ നല്ല കച്ചവടമില്ല എന്നുണ്ട്. എന്തായാലും രണ്ട് കടയിൽ നല്ല കച്ചവടം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി പുറത്ത് നിൽക്കുന്നുണ്ട്. വണ്ടിയൊക്കെ സേഫാണ്, എല്ലാം നമുക്ക് അറിയണ ആളുകൾ തന്നെയാണ്. പിന്നെ ഞാൻ വണ്ടിൻ്റെ പായൊക്കെ അഴിച്ചിട്ടിട്ടേ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയാണ്. വണ്ടി ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടില്ല, അവിടെ ലോഡിങ്ങിനൊക്കെ നിൽക്കുന്നുണ്ട്. ഒന്നും മിസ്സാവൊന്നുമില്ല കേട്ടോ, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അറിയണ ലോഡിങ്ങാണ്, വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് ഊട്ടിക്ക് ലോഡ് വന്നിട്ട് ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ്
ഇനിയിപ്പോൾ നമ്മൾ നേരെ പാലക്കാട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ വന്ന വഴി തന്നെയാണ്, അപ്പോൾ തിരിച്ച് അതേ റൂട്ട് തന്നെയാണ് പോണത്. രാവിലെ വരുമ്പോൾ ഇത്ര വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഫുള്ള് ട്രാഫിക് ആയിട്ട്. പോലീസുകാരൊക്കെ ഉണ്ടോ ഗൈസ്? ഇതാണ് നമ്മൾ രാവിലെ വന്ന വഴി. നമ്മൾ രാവിലെ ഫ്രണ്ട് ആ വണ്ടി വരുന്നതാണോ, അവിടെ നിന്ന് നമ്മളങ്ങനെ ഇങ്ങോട്ട് വന്ന് എന്നിട്ട് ഈ വണ്ടി പോണ ഇത് തന്നെ പോയിട്ടാണ്. നമുക്ക് തിരിച്ച് ഈ വഴി വരാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വൺ വേ ആണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ച് ആ വഴി വരാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇതേ ഈ വഴി തന്നെ വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ രാവിലെ വന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ചിറങ്ങി പോണത് കേട്ടോ. അപ്പോൾ രാവിലെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ നമുക്കിനി പോകുമ്പോൾ കാണാം. ഊട്ടിയിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് മേട്ടുപ്പാളയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടാണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡായിട്ട് കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഫാമാണ് ഈ കാണുന്നത്. ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ അവിടെ കൃഷി ചെയ്യുന്നൊരു സ്ഥലം വരുന്നുണ്ടോ. പിന്നെ എന്താണ്ടാ ഇവിടെ നേരെ പോണതില്ലേ, ഇവിടെ നേരെ പോണത് അവിടെ മഞ്ചൂർ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും. ഈ ഒരു വഴി നേരെ പോയിട്ട് പറഞ്ഞാൽ നമ്മൾ അട്ടപ്പാടി വഴി, എന്താണ് അട്ടപ്പാടി ടു മുള്ളി നേരെ ഊട്ടി കയറുമല്ലേ, ആ ഒരു വഴിയാണ് അത്. ആ കാണുന്ന വഴിട്ടാ. ഇതൊരു സൂപ്പർ റൂട്ടാണ്. ഓക്കെ ഈ ഒരു സ്ഥലം നോക്ക്, 2 സൈഡ് തേയില കണ്ടാ, 2 സൈഡ് തേയില. നമ്മളതിന് സെൻറ്ററിലേക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുക. അത് രസമുണ്ടോ ഊട്ടി വന്നാൽ? ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് മതിയാത്ത റൂട്ടാണ് ഊട്ടി. റൂട്ടല്ല, സോറി, സ്ഥലം. ഇനിയിപ്പോൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി തന്നെ. ഈ സ്വരം ഇറങ്ങി താഴത്തേക്ക് നേരെ പോവാം. കഴിഞ്ഞ് ഊട്ടി അവിടെ കഴിഞ്ഞു. ഈ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് നോക്ക്, സ്ഥലം കണ്ട എങ്ങനെയുണ്ടേ? അടിപൊളി സ്ഥലമല്ലേ? നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ് കാണിച്ചാ കണ്ടാ എങ്ങനെയുണ്ട് വ്യൂ പോയിന്റ്? സൂപ്പറല്ലേ? ഈ ഒരു സീസണായ കാരണം വലിയ തണുപ്പൊന്നും ഇല്ല കേട്ടോ, ലേറ്റ് ആയിട്ടുള്ള തണുപ്പുള്ളൂ. എന്നാലും ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്, അടിപൊളിയാണ്. പിന്നെ ഇതാണ്ട ഈ ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. കണ്ടാ അവിടെ കുറച്ച് ആളുകൾ കയറി നിൽക്കുന്നത്. ഇവിടെ പോയിട്ട് നമുക്ക് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറഞ്ഞാൽ അവിടെ ചെറിയൊരു ഫീസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വന്നത് ടൂറൊന്നും അല്ലാത്ത കാരണം ഇനി നമ്മൾ ടൂർ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ കയറി എല്ലാവരുടെയും കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ടേ നമ്മൾ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഇനി അടുത്ത സ്പോട്ടിൽ പോവാം. നമ്മുടെ വണ്ടി അവിടെ കാത്ത് കിടക്കണം. വാടാ പുക പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്ന വണ്ടി. നമുക്ക് പോവാം.
എന്താണ് ചെറുത്? ഗൈസ് നമ്മളങ്ങനെ ആ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ചായപ്പൊടിയും പിന്നെ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടിയും പിന്നെ ഒരു ബോക്സ് ചോക്ലേറ്റും കൂടി വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ ഇങ്ങോട്ട് കയറി വന്ന പോലെ തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം പകുതി മുക്കാൽ ഭാഗം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതാ ഇവിടെ നല്ലൊരു വാട്ടർഫോളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് ആളുകളൊക്കെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഊട്ടി ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഊട്ടി ചുരം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ടാണ് ഈ ഒരു സ്ഥലം. ബർലേറിനാണ് ഇവിടേക്ക് പേര്. ചുരത്തിൽ നമുക്ക് ചായ കുടിക്കാൻ നിർത്തണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇത് ഇവിടെ നിർത്താം. ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ അവിടെ നിർത്താൻ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോണത് മേട്ടുപ്പാളയം എത്തിയാണ്. പിന്നെ മേട്ടുപ്പാളയം എത്തി പിന്നെ താഴെ എത്തിയല്ലോ. പക്ഷെ ഇത് ചുരത്തിന്റെ മുകളിൽ തന്നെയാണ്, ഒരു 3-4 ബെൻറ്റിന്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ ഹിൽസിൽ വെച്ച് ചായ കുടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ നിർത്താം. ബർലേർ ഓക്കെ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. പൂച്ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്ത് വേണമെങ്കിലും പഠിച്ചു. അതുപോലെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടെ പോലീസുകാരൊന്നും ഇല്ലാന്ന് നമുക്ക് തോന്നുന്നത്. ഓക്കെ. ഗൈസ് നമ്മുടെ ഊട്ടി ഹിൽസിലത്തെ ഏറ്റവും അവസാനത്തെ ഹിൽസ് കഴിഞ്ഞോട്ടോ. ഊട്ടി ചുരം ഇത്രേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ ഏറ്റവും ഒന്നാമത്തെ ഹിൽസാണിത്. അത് ഒന്നാമത്തെ വളവാണ്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരെ മേട്ടുപ്പാളയം കഴിഞ്ഞു. ഈ ഒരു ചെറിയൊരു ബെൻഡോട് കൂടിയിട്ട് നമ്മുടെ ഊട്ടി അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ഒരു ബസ് പണി മുടങ്ങി വന്നിട്ടുണ്ടാവും. ബസ് കേട് വന്നിട്ട് കുറേ ആളുകൾ പുറത്താണ് പാവം. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഊട്ടി യാത്ര അവസാനിച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ രാവിലെ കയറിപ്പോയി ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പം മച്ചാൻ വരെ നമ്മളെ ഊട്ടിയൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചതാ സേഫായിട്ട് നമ്മൾ താഴത്ത് മേട്ടുപ്പാളയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ അത്രത്തോളം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന കാരണം നമുക്ക് ഫുള്ളായിട്ട് നേരെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റിയ രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇതിലും വെച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം കാണും. അപ്പോൾ അതുവരെയും ടാറ്റ ബൈ ബൈ.